ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വചനമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കാൻ പോവുക. ദൈവശാസ്ത്രങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും? ദൈവശാസ്ത്രങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും? പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് മാത്രമേ ദൈവശാസ്ത്രങ്ങൾ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കീഴ്വഴിയും? അതും പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ ദൈവഹിതം ഈശോയുടെ പീഡാസനത്തിന്റെ സമയത്ത് പരിശുദ്ധ അമ്മ നിശബ്ദത പാലിക്കുന്നതിന്റെ കാരണം ദൈവഹിതം തിരിച്ചറിയാൻ അവൾക്ക് പറ്റും. തിരിച്ചറിയാൻ പറ്റുന്നതിന്റെ കാരണം അവൾ ആര് പ്രവർത്തിക്കുന്നുണ്ട്? അവൾ പരിശുദ്ധാത്മ. ദൈവഹിതം തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മളിൽ ആര് വേണം? അല്ലെങ്കിൽ നമ്മൾ ദൈവഹിതം അല്ലെന്ന് നമ്മൾ പറയും. പരിശുദ്ധാത്മകൾക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി പറയാം, മർത്യരുടെ ആലോചന നിസ്സാരമാണ്, ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം, നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്, ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു, ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തുള്ളതുപോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ, പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്വം നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും? പരിശുദ്ധാത്മാവിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിവാഹ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നയിക്കണം. നമ്മൾ ഒരു വസ്തു മേടിക്കുന്നിടത്തൊക്കെ പരിശുദ്ധാത്മാവിനാണ് നയിക്കപ്പെടണം. വിദേശത്തേക്ക് പോകുമ്പോൾ അത് പരിശുദ്ധാത്മാവായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ആളുകൾ ഓടുന്ന കണ്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നാകല്ലേ. പോയി കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ടു പോകുന്നവർ. പഠന വിഷയം ചിലർക്ക് പഠിക്കുന്നു, അത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു, ചില പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു, ആ പരിശുദ്ധാത്മാവാണോ അത് ആഗ്രഹിക്കുന്നത്? അതുള്ള വീടുകളിൽ പരിശുദ്ധാത്മാവുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾക്ക് തീരുമാനം വലിയ അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തെറ്റിപ്പോകില്ല. നാളെ അതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ചേർന്ന് വരുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം തകർന്നു പോകുന്നത് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറായൊരു മകൾ എനിക്കൊരു ഒരു ഇമെയിൽ എഴുതിയപ്പോൾ ആ കുഞ്ഞ് ഒത്തിരിയേറെ സങ്കടത്തോടെ ആ മകളുടെ ഭാവിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചും ഇങ്ങനെ എഴുതുന്നത് കണ്ടപ്പോൾ എന്നോട് ഇപ്പോൾ എഴുതി വരെ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പഠിക്കാൻ പോയി ഇവിടെ എല്ലാവരും പണ്ടിപ്പം പോയിട്ട് ഒരു തെറ്റായ കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോയി വലിയ പ്രശ്നത്തിൽപ്പെട്ടു. അതെ, ഞാൻ പറഞ്ഞു, ആ തീരുമാനത്തിൽ പൈശാചിക ശക്തിയാണ് പ്രവർത്തിച്ചത്, പരിശുദ്ധാത്മാവ് അല്ല ഇതിനകത്ത് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ആ അപകട കെണിയിൽ പോയി വീണത്. അരൂപിയാൽ അല്ല നയിക്കപ്പെടുന്നത്. അരൂപിയുടെ സ്വരത്തിനായിട്ട് ദൈവജനം ചെവി കൊടുക്കുന്നില്ല, അതാണ് കുഴപ്പം. അത് ശ്രദ്ധിക്കുന്ന പോലെ അവർ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവ് വേറെ, ഞാൻ വേറെ, എൻ്റെ തീരുമാനവും പരിശുദ്ധാത്മാവും തമ്മിൽ യാതൊരു. ഞാൻ ഒരാളോട് ചോദിക്കാതെയാണ് തീരുമാനം ജീവിതത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് ചോദിക്കണമെങ്കിൽ അവർ പൗലോസ്ലിഹായെ പോലും ബന്ധം അനോയിൻറ്റഡ് ആകണം. അനോയിൻറ്റഡ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അഭിഷേകം അതിച്ചൊന്നും കിട്ടിയാൽ പോരാ, ഭയങ്കരമായിട്ട് പരിശുദ്ധ അഭിഷേകം കിട്ടിയാൽ മാത്രമേ നമുക്ക് തെളിഞ്ഞ് കിട്ടുള്ളൂ.